പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. കാരപ്പറ്റ കുന്നുംപള്ളി സ്വദേശി നേഹ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നു എന്നും നേഹ ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം ആരോപിച്ചു. പിന്നെന്താണ് സംശയം? അവളെ കൊന്നതാണ് എന്റെ കുട്ടി. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് പ്രശ്നങ്ങള് അവനെ നിസാര പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും. അത് ഒത്തൊരുമയായിട്ട് പോകും. ഇന്നലെ വിളിച്ചപ്പോ എന്താണ് അവൾക്ക് വിളിച്ചത് മുഴുവൻ പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവൻ വരുന്നു പറഞ്ഞിട്ട് അവള് ഫോണ് കട്ടാക്കി. അമ്മ ഞാൻ നാളെ വിളിക്കാം, അവൻ വരണ്ട് പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കി. എന്നാ ശരി പപ്പി, നീ നാളെ വിളിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് 12 മണിയായിട്ട് ഇവൻ ഏതോ നമ്പർ എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പ്രദീപാണ് പറഞ്ഞു. അപ്പൊ എന്താണ് പപ്പി മയങ്ങി വീണു പറഞ്ഞു. എന്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിച്ചു എന്നില്ല. ഗോകുൽ US വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഗോകുൽ, കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്നയാളല്ല, എന്തോ പ്രശ്നമുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട പരാതികളോ ഒക്കെ ഉണ്ടായിരുന്നു? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അതായത് പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് നേഹയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് എന്താണ് മരണകാരണം എന്നുള്ളത് അറിയൂ. അതിനുശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇരുവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനു മുൻപും പ്രശ്നങ്ങളുണ്ടായി. 5 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോൾ മുതൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മക്കൾ ഉണ്ടാകാത്ത ഘട്ടത്തിലൊക്കെ ആദ്യം ആ ഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാറി. പിന്നീട് മക്കളുണ്ടായതിനു ശേഷം ആ പ്രശ്നങ്ങൾ മാറി. പക്ഷേ എങ്കിലും നേഹയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നേഹയുടെ ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ ഇനി ഒരു അന്വേഷണം ആവശ്യമാണ്. പോലീസ് ഈ കാര്യത്തിൽ ദുരൂഹ മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. അതനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ എന്താണ് മരണകാരണം എന്നനുസരിച്ചായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും കേസെടുക്കുകയും ചെയ്യുക.